ഹലോ ഗായ്സ്, നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ PCOD ഉള്ളവർക്ക് പോലും വണ്ണം കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരാൾക്ക് വണ്ണം കുറയുന്ന പോലെ ആയിരിക്കില്ല വേറൊരാളുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത്. അതായത് ഒരാൾക്ക് എഫക്റ്റ് ആയ ഡയറ്റ് പ്ലാൻ വേറൊരാൾക്ക് എഫക്റ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസും എനിക്ക് പേഴ്സണലി അറിയാവുന്നവരുടെ എക്സ്പീരിയൻസും ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസൂടെ ചേർത്തിട്ട് ആൾമോസ്റ്റ് എല്ലാവർക്കും എഫക്റ്റ് ആവുന്ന ഒരു ഡയറ്റ് പ്ലാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, കാരണം ഇതിനകത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും, അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഈ ഡയറ്റിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. അതായത് ഇടവിട്ടുള്ള ഉപവാസം എന്ന് വെച്ചാൽ 16 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുകയും ബാക്കിയുള്ള 8 മണിക്കൂർ ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ 8 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫുഡ് കഴിക്കണമെന്നല്ല, 8 മണിക്കൂറിൽ 3 നേരം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. അതായത് രാവിലെ, ഉച്ചയ്ക്കും വൈകിട്ടും ഇങ്ങനെ 3 നേരം മാത്രമേ കഴിക്കാവൂ. 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ രാത്രിയിലത്തെ ഫുഡ് നിങ്ങൾ ഒരു 6 മണിക്കാണ് കഴിക്കുന്നെങ്കിൽ പിറ്റേന്ന് രാവിലത്തെ ഫുഡ് നിങ്ങൾ ഒരു 10 മണിക്കോ അല്ലെങ്കിൽ ഒരു 11 മണിക്കോ കഴിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു 16 മണിക്കൂറത്തെ ഡിഫറൻസ് വരും. ഈ ടൈമിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിനുള്ള എനർജി ഇല്ലാണ്ട് വരുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റൊക്കെ ബേൺ ചെയ്ത് അത് എനർജി ആയിട്ട് യൂസ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റൊക്കെ കുറയാൻ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തഡാണിത്. പക്ഷെ നിങ്ങൾ ഡിന്നർ എപ്പോഴും പരമാവധി നേരത്തെ കഴിക്കാൻ നോക്കുക. മിനിമം ഒരു 6 മണി അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 7 മണി 7:30ക്കുള്ളിൽ നിങ്ങൾ എന്തായാലും ഡിന്നർ കഴിക്കാൻ ശ്രമിക്കണം. അത് ഇതിനകത്തല്ലേ ഒരു ഫസ്റ്റ് ആയിട്ടും മെയിൻ ആയിട്ടുള്ള ഒരു റൂളാണിത്. ഒറ്റയടിക്ക് 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യാൻ എല്ലാവരെ കൊണ്ടും പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് അതൊരു 10 മണിക്കൂർ ആക്കണം, പിന്നെ ഒരു 12 ആക്കണം, പിന്നെ 15, പിന്നെ 16. അങ്ങനെ നിങ്ങളുടെ ബോഡിക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ടൈം കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ഹെൽത്തി ആയിട്ടൊരു ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അല്ലാണ്ട് ഒറ്റയടിക്ക് ഇതൊന്നും ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാൾ ഒറ്റയടിക്ക് വന്ന് 16 മണിക്കൂർ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബോഡിക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ടൈം കൊടുക്കുക. പിന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന ടൈമിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്വാണ്ടിറ്റി കുറച്ചിട്ട് ക്വാളിറ്റി കൂട്ടുക. ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് നമ്മൾ മാക്സിമം നമ്മൾ കൊണ്ട് എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കുക. എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് കുറയ്ക്കരുത്, എല്ലാം പയ്യെ പയ്യെ ടൈം എടുത്ത് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും ക്വാണ്ടിറ്റി കുറച്ചിട്ട് ക്വാളിറ്റി കൂട്ടണം. ക്വാളിറ്റി കൂട്ടുക എന്ന് വെച്ചാൽ, നമ്മൾ ഫാസ്റ്റ് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിനെയാണ് നമ്മൾ ക്വാളിറ്റി കൂട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡ് എല്ലാവരും ഫോളോ ചെയ്യണം. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ വന്നൊരു കമൻറ്റാണ്, താൻ എന്തുവായി പറയുന്നത്, വണ്ണമുള്ളവരെ കൊള്ളത്തില്ലെന്നാണ് പറയുന്നത്, തൻ്റെ സംസാരം കേട്ടിട്ട് അങ്ങനെ തോന്നുന്നതെന്നൊക്കെ. പക്ഷേ അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം കാണില്ല, നമ്മളുടെ ബോഡി ഇങ്ങനെ ഇരിക്കണം, ഇതുപോലെ ഇരിക്കണം, ഈ ഡ്രസ്സൊക്കെ ഇടാൻ പറ്റണമെന്ന്. അപ്പോൾ കുറച്ച് വണ്ണം കുറയ്ക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ കാണും. വണ്ണം കുറച്ചാലേ കോൺഫിഡൻസ് വരൂ എന്നുള്ളവരും കാണും. അവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യം ആരും വേറെ രീതിയിൽ എടുക്കരുത്. പിന്നെ ഈ ഒരു ഡയറ്റിൽ നമ്മൾ എക്സസൈസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ഒരു അരമണിക്കൂർ എന്തായാലും നടക്കണം. കാരണം ഇപ്പോൾ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ജേർണി കണ്ടവർക്കറിയാം. നിങ്ങൾ കാണാത്തവരാണ് എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ. അതിനകത്ത് ഞാൻ മെയിനായിട്ട് പറയുന്നുണ്ട്, ഞാൻ എക്സസൈസോ ഒന്നും ചെയ്യാതാണ് ഇത്ര വണ്ണം കുറച്ചതെന്ന്. പക്ഷേ ഞാൻ ചെയ്ത മെത്തേഡ് വേറൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ എഫക്റ്റീവ് ആവണമെന്നില്ല. കാരണം എല്ലാവരുടെയും ബോഡി ടൈപ്പ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ എനിക്ക് എക്സസൈസ് ചെയ്യാതെ വണ്ണം കുറയ്ക്കാൻ പറ്റിയെന്ന് വെച്ചിട്ട് വേറൊരാൾക്ക് പറ്റണമെന്നില്ല. ഇപ്പോൾ ഒത്തിരി കമൻറ്റ് വരുന്നുണ്ട്, ഞാൻ ഒത്തിരി ഡയറ്റ് നോക്കി ഒന്നും എഫക്റ്റീവ് ആവുന്നില്ല. കാരണം നിങ്ങളുടെ ബോഡി ടൈപ്പ് ഡിഫറെൻ്റ് ആണ്. ചിലവർക്ക് എക്സസൈസ് ചെയ്താലേ വണ്ണം കുറയും, അങ്ങനത്തെ ബോഡി ടൈപ്പ് ഉള്ളവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിനകത്ത് നമ്മൾ എക്സസൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങളൊരു അരമണിക്കൂർ മസ്റ്റായിട്ട് നടക്കണം. അത് രാവിലെ ആണോ വൈകിട്ടാണോ അത് നിങ്ങളുടെ ഒരു കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾ അതിനനുസരിച്ച് നടക്കണം. പിന്നെ നടക്കുന്നതിനേക്കാട്ടിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നിങ്ങളൊരു 15 മിനിറ്റെങ്കിലും സ്റ്റെപ്പ് കയറി ഇറങ്ങുക എന്നുള്ളത്. അത് എക്സസൈസ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല എഫക്റ്റീവാണ്. പക്ഷേ ചിലവർക്ക് കാലുവേദനയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നടക്കാം, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറാം. അത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ടൈമിനനുസരിച്ച് നിങ്ങൾ ചെയ്യണം. പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് ഷുഗർ കൺട്രോൾ ചെയ്യുക. പിന്നെ കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് കട്ട് ചെയ്യുക. കാരണം അത് അത്രയും നല്ലതാണ്. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അത് നമ്മുടെ വണ്ണം കുറയ്ക്കുന്നതിനെക്കാട്ടിലും ഉപരി നമ്മുടെ ഫേസിൽ കൊണ്ടുവരുന്ന ആ ഒരു ഗ്ലോയും ഡിഫറൻസും കാണുമ്പോൾ തന്നെ പിന്നെ നമുക്ക് ഷുഗർ എന്ന് കേൾക്കുമ്പോഴേ കഴിക്കാനേ തോന്നത്തില്ല. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ബേക്കറി ഐറ്റംസിന് പകരം അത് കുറച്ചുകൂടെ ബെറ്റർ വേർഷനിൽ കഴിക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മധുരം കഴിക്കാൻ തോന്നുന്നെങ്കിൽ അതിന് പകരം കുറച്ച് ഹെൽത്തി ആയിട്ട് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഡേറ്റ്സ് ഒക്കെ കഴിക്കുക. ഡേറ്റ്സ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും 3 എണ്ണേ കഴിക്കാവുള്ളൂ. കാരണം അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കലോറി ഉണ്ട്. പക്ഷേ നല്ലൊരു ഹെൽത്തി ഓപ്ഷനുമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് കുറേ കമൻറ്റ് വന്നായിരുന്നു, ചേച്ചി ഈ ബേക്കറി ഐറ്റംസ് കഴിക്കാൻ ഭയങ്കരമായിട്ട് ക്രേവിങ്സ് വരുന്നു, അപ്പോൾ ഒരു ദിവസം ഫുള്ള് ഡയറ്റ് എടുത്തിട്ട് രാത്രിയിൽ ഒരു ലഡു തിന്നാൽ കുഴപ്പമുണ്ടോ, അങ്ങനെയൊക്കെ വന്നു. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾ കൺട്രോൾ ചെയ്യും. ഒരു 2 മാസം കൊണ്ട് നമുക്ക് ഈ ഡയറ്റിന് നല്ല റിസൾട്ട് കിട്ടും. അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിച്ചെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും കുറച്ച് കൺട്രോൾ ചെയ്യാൻ നോക്കുക. എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ മധുരമുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക.
പിന്നെ മെയിനായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ നന്നായിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണം. അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളവും കുടിക്കണം. വെള്ളം കുടിച്ചാലേ നിങ്ങൾക്ക് 8ൻ്റെ അല്ല 16ൻ്റെ പണി കിട്ടും. കാരണം നമ്മൾ ഈ ഡയറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ബോഡി എപ്പോഴും നല്ല ഡീഹൈഡ്രേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഹൈഡ്രേറ്റ് ആക്കാൻ വേണ്ടി എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കണം. എന്ന് വെച്ചാൽ ഒരു 20 കിലോയ്ക്ക് മിനിമം ഒരു 1 ലിറ്റർ അതാണ് കണക്ക്. ഇപ്പോൾ നിങ്ങൾക്കൊരു 60 കിലോ ഉണ്ടെങ്കിൽ നിങ്ങളൊരു മിനിമം 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. ആ ഒരു കണക്കിൽ നിങ്ങളെല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കണം. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ബോഡിയിലെ ഓരോ സെൽസിനെയും നമ്മൾ ക്ലെൻസ് ചെയ്യുവാണ്. അപ്പോൾ അതിനും നല്ല രീതിയിലുള്ള വെള്ളം വേണം. അതുപോലെ തന്നെ ഫാറ്റ് ബേൺ ആവുന്നതിന് എല്ലാത്തിനും നല്ല രീതിയിൽ വെള്ളം വേണം. അതുകൊണ്ട് എല്ലാവരും നല്ലതുപോലെ വെള്ളം കുടിക്കണം. പിന്നെ നമ്മൾ ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ഫാറ്റൊക്കെ ബേൺ ചെയ്ത് വെയിറ്റ് ലോസിനെ സഹായിക്കും. പിന്നെ രണ്ടാമതായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കൺട്രോൾ ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് കഴിച്ചാലും നമ്മുടെ ബോഡിക്ക് അതെല്ലാം സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് നമ്മൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് കാരണമാണ് മെയിനായിട്ട് ഈ PCOD പോലുള്ള അസുഖമൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒരു മെഡിസിനിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള മെത്തേഡ് വെച്ച് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡിയിൽ കുറേ ആൻറ്റി ഓക്സിഡൻറ്റ് ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി നമ്മുടെ ക്യാൻസർ സെൽസിൻ്റെ ഗ്രോത്തിനെയും ക്യാൻസറിനെയൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ പറ്റിയെല്ലാം ഡീറ്റെയിൽഡ് സ്റ്റഡി നടന്നിട്ടുണ്ട്. ഞാനിതൊന്നും വെറുതെ ഇരുന്ന് പറയുന്നതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള ഡയറ്റിലോട്ട് പോകാം. അതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ 8 മണിക്കൂർ മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. അതിൽ 3 നേരമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കണം. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാം, എന്തൊക്കെ കഴിക്കരുത്, അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഏത് ടൈപ്പിലുള്ള ഡയറ്റ് എടുത്താലും രാവിലെ വെറും വയറ്റിൽ ഒരു ഡ്രിങ്ക് കുടിക്കുന്നത് അത്രയും നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ വിശപ്പിനെ കുറച്ച് കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഫാറ്റൊക്കെ ബേൺ ചെയ്യാൻ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും. എനിക്കപ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടു നോക്കണം. നിങ്ങൾക്ക് എന്തായാലും എഫക്റ്റീവ് ആവും. കാരണം എനിക്ക് മാത്രം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് അല്ല, എനിക്ക് പേഴ്സണലി അറിയാവുന്നവർക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഡ്രിങ്കിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നില്ല, അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കണേ. ആ ഒരു ഡ്രിങ്ക് തന്നെ കുടിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടെങ്കിൽ അത് കുടിച്ചാലും മതി. പിന്നെ എനിക്ക് വന്നൊരു കമൻറ്റാണ് രാവിലെ വെറും വയറ്റിൽ ചിയാ സീഡ് വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ നല്ലതാണെന്ന്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചിയാ സീഡ് നല്ലൊരു ഹൈ കലോറി ഉള്ള സംഭവമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത് നമ്മുടെ വിശപ്പിനെ ജസ്റ്റ് കൺട്രോൾ ചെയ്യാൻ മാത്രമേ സഹായിക്കൂ, അല്ലാണ്ട് നമ്മുടെ ഫാറ്റ് ബേൺ ആവാനോ ഒന്നും സഹായിക്കില്ല. പക്ഷേ ചിലവർക്കൊക്കെ അത് എഫക്റ്റീവ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിക്ക് അത് എഫക്റ്റീവ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് യൂസ് ആക്കിക്കോ. പക്ഷേ എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. പിന്നെ എനിക്ക് ഡ്രിങ്ക് കുടിച്ച ടൈമിൽ പേഴ്സണലി വണ്ണം കുറയുന്നതിനേക്കാളുപരി എൻ്റെ വയറ് കുറയുന്ന പോലെയാണ് ഫീൽ ആയിട്ടുള്ളത്. കാരണം എനിക്ക് വണ്ണമുള്ള ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫാറ്റ് ഉള്ളത് ഈ ഹിപ്പിൻ്റെ സൈഡിലും വയറിലും അവിടെയൊക്കെയായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോൾ ഇല്ല. കാരണം ആ ഒരു ഡ്രിങ്ക് തന്നെയാണ്, ആ ഒരു ഡ്രിങ്കാണ് എന്നെ എക്സസൈസ് ഒന്നും ചെയ്യാതെ ഇത്രയും വണ്ണം കുറയ്ക്കാൻ സഹായിച്ചത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊന്ന് കണ്ടു നോക്കണേ. പിന്നെ ഡ്രിങ്ക് കുടിച്ച് കഴിഞ്ഞ് മിനിമം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ ബോഡിക്ക് ടൈം കൊടുത്തതിന് ശേഷം മാത്രമേ ഈ ടീ ഒക്കെ കുടിക്കുന്നവർ കുടിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാവൂ. അതിനെല്ലാം കുറച്ച് ടൈം കൊടുക്കണം. പിന്നെ 2 നേരം ചായ കുടിക്കുന്നവരുണ്ടെങ്കിൽ അത് മാക്സിമം കട്ട് ചെയ്ത് 1 നേരം ആക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ രാവിലെ ചായ കുടിച്ചിട്ട് വൈകിട്ട് കട്ടൻ കാപ്പി അങ്ങനെയൊക്കെ കുടിക്കാൻ ശ്രമിക്കുക. കാരണം അത് കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ നിങ്ങൾ ഷുഗർ മാക്സിമം കട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഒറ്റയടിക്ക് പറ്റുന്നില്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ കുടിക്കുന്നതിൻ്റെ പകുതിയായിട്ട് ഷുഗർ മാറ്റണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1/4 ഭാഗം ആക്കണം. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യണം. അത് നിങ്ങൾ ഷുഗർ കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഡിഫറൻസ് കാണാൻ പറ്റും. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്താണ് ഉണ്ടാക്കുന്നത് അത് നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ നിങ്ങൾ നന്നായിട്ട് പോർഷൻ കൺട്രോൾ ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങൾ രാവിലെ ഒരു കുറ്റി പുട്ട് തിന്നുന്ന ഒരാളാണെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങളത് കൺട്രോൾ ചെയ്തിട്ട് ഒരു അര കുറ്റിയാക്കണം, പിന്നെ ഒരു 1/4 കുറ്റിയാക്കണം. അങ്ങനെ രീതിയിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഏറ്റവും നല്ല ഓപ്ഷനാണ് റാഗി. റാഗി വെച്ച് നിങ്ങൾക്ക് പുട്ടോ എന്ത് വേണമെങ്കിലും, പുട്ട്, കുഴക്കട്ട, അതുപോലെ തന്നെ ദോശ അതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ ഓട്സും ട്രൈ ചെയ്യാം. പിന്നെ ഞാൻ ഓട്സ് കുടിക്കുന്ന ടൈമിൽ ഞാൻ ചെയ്ത മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓട്സ് ഇങ്ങനെ കാച്ചി കുടിക്കുമ്പോൾ അതിനകത്ത് പാലൊഴിച്ചിട്ട് പഞ്ചാരയൊക്കെ ഇട്ടായിരുന്നു കുടിക്കുന്നത്. അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടത്തില്ല. നിങ്ങൾ ഡയറ്റ് ടൈമിൽ ഓട്സ് ഇങ്ങനെ കാച്ചി കുടിക്കുന്നവരാണെങ്കിൽ എന്തായാലും വെള്ളത്തിൽ മധുരമൊന്നും ഇല്ലാതെ തന്നെ കുടിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കുടിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഉച്ചക്കത്തെ ഫുഡെന്ന് പറയുമ്പോൾ ചോറ് തന്നെയാണ്. എനിക്കറിയാം ഇപ്പോൾ എന്നെപ്പോലെ തന്നെ ചോറിനോട് കഴിച്ചില്ല ഭയങ്കരമായിട്ട് ക്രേവിങ്സ് തോന്നുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എന്തായാലും ചോറ് തന്നെ കഴിക്കാം. പക്ഷേ നിങ്ങൾ പോർഷൻ കൺട്രോൾ ചെയ്യണം. നിങ്ങൾ നേരത്തെ കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഒരു 1/4 ഭാഗമായിട്ട് നിങ്ങൾ ഫുഡ് കുറയ്ക്കണം. ഒറ്റയടിക്ക് കുറയ്ക്കേണ്ട, പയ്യെ പയ്യെ കുറയ്ക്കുക. എന്നിട്ട് വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ വെയിറ്റ് ലോസ് സലാഡ്സ് ഉണ്ട്, അത് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം വിശപ്പുണ്ടോ അത്രത്തോളം നിങ്ങൾ സലാഡ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ തോരൻ അങ്ങനെയുള്ള സംഭവം നിങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള
രീതിയിൽ വേണം നിങ്ങൾ ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഫ്രൈ ചെയ്തിട്ടുള്ള സംഭവം നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അതായത് എനിക്കൊക്കെ മീൻ വറുത്തതെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്കും അതുപോലെ ഇഷ്ടമുള്ളവർ കാണും. അപ്പോൾ നിങ്ങൾ അതെന്തായാലും മാക്സിമം ഒരു 2 മാസത്തേക്കെങ്കിലും ഒഴിവാക്കുക. അല്ലാണ്ട് പറ്റുന്നില്ലെങ്കിൽ ഇലയിലൊക്കെ പൊള്ളിച്ച് ഓയിലൊന്നും മിക്സ് ആക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റും, ആ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഡയറ്റാന്ന് പറഞ്ഞ് മീൻ കഴിക്കുന്നതുകൊണ്ടോ ചിക്കൻ കഴിക്കുന്നതുകൊണ്ടോ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ മീറ്റ് എല്ലാം നന്നായിട്ട് കഴിക്കണം, പക്ഷേ ഫ്രൈ ചെയ്ത് കഴിക്കരുത്. മീറ്റ് കഴിച്ചാലേ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള കാൽഷ്യം കിട്ടും. പക്ഷേ ഞാൻ ഡയറ്റ് ചെയ്ത ടൈമിൽ ഞാൻ ചെയ്ത മണ്ടത്തരം, എനിക്ക് മീൻ തിന്നാൽ വണ്ണം വെക്കുമെന്നൊക്കെ വിചാരിച്ച് ഞാനാണെങ്കിൽ അത് കഴിച്ചില്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ അറിയാം, ഇവിടെ ഒരു വെള്ള പാടുണ്ട്. അത് എനിക്ക് കാൽഷ്യത്തിൻ്റെ കുറവ് കാരണം വന്നതാണ്. ഇപ്പോൾ കുറച്ചൊക്കെ മാറുന്നുണ്ട്. ഇവിടെ 2, 3 ഇടത്തുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് മീനൊക്കെ അത്യാവശ്യം കഴിക്കാം. ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇനി നമുക്ക് ഡിന്നറിൻ്റെ കാര്യത്തിലോട്ട് പോകാം. ഡിന്നർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡയറ്റിൽ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം നിങ്ങൾ ഒരിക്കലും ചോറ് കഴിക്കരുത്. എനിക്ക് നിങ്ങളോട് അതേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ക്രേവിങ്സ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചോ, പക്ഷേ നിങ്ങൾ രാത്രിയിൽ ചോറ് കഴിക്കുകയേ ചെയ്യരുത് എന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കാതെ ഇരിക്കരുത്. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റാണ് നോക്കുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാതിരിക്കരുത്. പകരം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത് 2 ബോയിൽഡ് എഗ്ഗ്. ഞാൻ പല രീതിയിൽ രാത്രിയിലത്തെ ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് കിട്ടിയത് രാത്രിയിൽ 2 ബോയിൽഡ് എഗ്ഗ് കഴിച്ചപ്പോഴാണ്. ആരും ഓംലെറ്റ് ആക്കിയിട്ടോ അങ്ങനെയൊന്നും കഴിക്കരുത്. ബോയിൽ ചെയ്ത് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വിശപ്പ് മാറുന്നില്ലെങ്കിൽ കുറച്ച് സലാഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിക്കാം. അല്ലാണ്ട് വേറെ ചോറൊന്നും കഴിക്കരുത്, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തില്ല. നമ്മൾ ഈ ഡയറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ബോഡിയിലുള്ള പ്രോട്ടീൻ്റെ അളവൊക്കെ ഭയങ്കര കുറവായിരിക്കും, കുറയാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒരുവിധം കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഈ എഗ്ഗ് നന്നായിട്ട് സഹായിക്കും. എഗ്ഗിൽ നല്ല പ്രോട്ടീൻ ഉണ്ടായതുകൊണ്ട് നിങ്ങൾ എന്തായാലും രാത്രിയിലത്തെ ഫുഡ് എഗ്ഗ് തന്നെ ആക്കാൻ ശ്രമിക്കുക. ഒന്നും പറഞ്ഞ് 2 എണ്ണമൊക്കെ കഴിക്കാവുള്ളൂ, മാക്സിമം 3. അതിൽ കൂടുതൽ ആരും കഴിക്കരുത്, നമുക്ക് കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും 2 എണ്ണത്തിൽ തന്നെ എല്ലാവരും കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്നും രാത്രിയിൽ ഈ മുട്ട തന്നെ കഴിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ മടുപ്പ് വരും. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഈ റാഗി, ഓട്സ് അങ്ങനത്തെ സംഭവം തന്നെ പിന്നെയും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എഗ്ഗാണ്, പക്ഷേ ചിലപ്പോൾ ഒക്കെ നമുക്കൊന്ന് മാറ്റി പിടിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഓട്സോ അല്ലെങ്കിൽ റാഗി വെച്ചൊക്കെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ഡയറ്റ് പ്ലാൻ ഇതാണ്. പക്ഷേ ഇത് എല്ലാവർക്കും ഒറ്റയടിക്ക് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒറ്റയടിക്ക് ഇതിലോട്ട് പോകരുത്. നിങ്ങൾ പയ്യെ പയ്യെ ടൈം കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും നല്ല വിശപ്പ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, മിക്കവാറും ഈ 4 മണിയൊക്കെ ആകുമ്പോൾ എനിക്കുള്ള കുഴപ്പമായിരുന്നു. 4 മണിയാകുമ്പോൾ എനിക്ക് എന്തെങ്കിലും തിന്നണം, മിക്സറോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ നിങ്ങൾ ചായയൊക്കെ കുടിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷനാണ് പോപ്കോൺ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം. കാരണം അതിനകത്ത് കലോറിയും കുറവാണ്, ഓയിലൊന്നും അടങ്ങാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത് കഴിക്കാം. പിന്നെ നിങ്ങൾ ചീനി അങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കരുത്. പക്ഷേ അതിന് പകരം മധുരക്കിഴങ്ങ് അത് നിങ്ങൾക്ക് കഴിക്കാം, അത് നല്ലതാണ്. കലോറി അത്യാവശ്യം കുറവാണ്, നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം. പിന്നുള്ളത്, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്തൊക്കെ ചെയ്തിട്ട് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഒരു വാട്ടർ മെലൺ കഴിച്ചു, ഒരു പ്രശ്നമില്ല. നിങ്ങളൊരു തണ്ണിമത്തങ്ങയൊക്കെ ഒറ്റയടിക്ക് ഒരു ദിവസം കഴിച്ചു, പ്രശ്നമില്ല. കാരണം അതിനകത്ത് കൂടുതലും ഈ വാട്ടർ കണ്ടന്റ് ഒക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഡയറ്റ് ചെയ്യുന്ന ടൈമിൽ വിശപ്പ് കുറയാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് വണ്ണം വയ്ക്കത്തുമില്ല. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ തോന്നുന്നവരൊക്കെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോയി എന്ന് വെച്ചോ, അപ്പോൾ നമുക്ക് അവിടെ ബിരിയാണി മാത്രമേ ഉള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ നമ്മൾ ഡയറ്റിലാണ്, പക്ഷെ എന്തായാലും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അത് കഴിച്ചേ പറ്റൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കഴിച്ചു. പക്ഷേ അപ്പോഴും നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, നിങ്ങൾ ഡയറ്റിലാണ്. അതുകൊണ്ട് നിങ്ങൾ പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിച്ചു. അതിനുശേഷം അത് കഴിച്ചെന്ന് പറഞ്ഞാൽ അയ്യോ എൻ്റെ ഇന്നത്തെ ഡയറ്റ് പോയി, അതുകൊണ്ട് ഇനി നാളെ തൊട്ട് ഡയറ്റ് എടുക്കുക, അതുകൊണ്ട് അന്ന് പറഞ്ഞിട്ട് കൈ കിട്ടുന്ന എല്ലാം വാരി വലിച്ച് അന്നത്തെ ദിവസം തിന്നാൻ നിൽക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബിരിയാണി കഴിച്ചോ, പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിച്ചോ, അതിനുശേഷം പിന്നെ നിങ്ങൾ രാത്രിയിലത്തെ ഫുഡ് കഴിക്കുമ്പോൾ അത് നമ്മളുടെ ഡയറ്റിനകത്തുള്ള പോലെ തന്നെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ശ്രമിക്കുക. എനിക്കുള്ളൊരു കുഴപ്പമായിരുന്നു, ഞാൻ ഫുള്ളായിട്ട് നല്ലപോലെ ഡയറ്റൊക്കെ ചെയ്യും. എന്നിട്ട് എനിക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എന്നും ഐസ്ക്രീം തിന്നുന്ന ഒരാളാണ്. അപ്പോഴത്തേക്കും പോയി ഐസ്ക്രീം തിന്നും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഡയറ്റ് പോയി, എന്നാൽ ഇനി നാളെ തൊട്ട് എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാണ്ട് പിന്നുള്ള ഫുഡ് കഴിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് കഴിച്ച് മുന്നോട്ട് പോകാം. നിങ്ങളല്ലാണ്ട് അയ്യോ ഡയറ്റ് പോയി അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ, അതൊന്നും പ്രശ്നമില്ല. പിന്നെ നിങ്ങൾ ഡയറ്റ് ചെയ്യുന്ന ടൈമിൽ മെയിനായിട്ട് ഒരു കാര്യം ചിന്തിക്കണം, നമ്മൾ വണ്ണം കുറച്ചാലില്ലെങ്കിലും ബാക്കിയുള്ളവർക്കൊന്നുമില്ല, നമ്മൾ നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വേണം. അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്താലും ഒരു കാര്യമില്ല, ഞാൻ വണ്ണം കുറയാൻ പോകുന്നില്ല, അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങളുടെങ്കിൽ ഫസ്റ്റ് ആ മൈൻഡ് സെറ്റ് മാറ്റണം. എന്നിട്ടേ നിങ്ങൾ ഡയറ്റിലോട്ട് പോകാവൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടൂ. നിങ്ങളുടെ മൈൻഡിലൊരു ഇത് കാണുമല്ലോ, അപ്പോൾ എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഇടണം, ഇതിടണം, ഈ ഷേപ്പ് വേണമെന്ന്. അപ്പോൾ നിങ്ങൾ അത് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവുക. പിന്നെ നിങ്ങൾ ഡയറ്റ് ചെയ്യുന്ന ടൈമിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊന്നും ഒറ്റയടിക്ക് നിർത്തരുത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റയടിക്ക് നിർത്തി കഴിഞ്ഞാൽ 2 ദിവസം നിങ്ങൾ കൺട്രോൾ ചെയ്യുമായിരിക്കും. 3ൻ്റെ അന്ന് ഈ നിർത്തിയ സാധനങ്ങളോടെല്ലാം ഒരു പ്രത്യേക ഒരു ക്രേവിങ്സ് ആയിരിക്കും. എന്നിട്ട് 3ാമത്തെ ദിവസം ഇതിൻ്റെ ഇരട്ടി വാരി വലിച്ച് തിന്നുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളാരും ഒറ്റയടിക്ക് നിർത്തരുത്. ഇപ്പോൾ ഷുഗർ ആണെങ്കിലും പയ്യെ പയ്യെ കൺട്രോൾ ചെയ്ത് വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ചോറാണെങ്കിലും പയ്യെ പയ്യെ കൺട്രോൾ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറയത്തില്ല എങ്കിലും കൺട്രോൾ ചെയ്യുക. അങ്ങനെ നമ്മുടെ ബോഡിക്ക് എല്ലാമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊരു ടൈം നമ്മൾ എപ്പോഴും കൊടുക്കണം.
പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു ഡയറ്റ് നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 2, 3 ദിവസമായി. എന്നിട്ട് നിങ്ങൾ യൂട്യൂബ് എടുത്ത് പിന്നെയും സ്ക്രോൾ ചെയ്യുമ്പോൾ വേറൊരു ഡയറ്റ് പ്ലാൻ കണ്ട്. എന്നാൽ പിന്നെ ഇതായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവ് എന്ന് വിചാരിച്ചിട്ട് ഇതിട്ടിട്ട് അതിൻ്റെ പുറകെ പോയത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടത്തില്ല. നിങ്ങൾ എന്ത് ഡയറ്റ് ചെയ്താലും നിങ്ങൾ ഫസ്റ്റ് അതിനെ ട്രസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് 1 മന്തെങ്കിലും ചെയ്യുക. നിങ്ങൾ ഡയറ്റ് തുടങ്ങുന്നതിന് മുമ്പ് എന്തായാലും നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റണം. അല്ലാണ്ട് ഞാൻ വണ്ണം കുറയില്ല അങ്ങനെയൊന്നും നിങ്ങൾ എന്തായാലും വിചാരിക്കരുത്. ഞാൻ വണ്ണം കുറയും, എന്നെക്കൊണ്ട് പറ്റും അങ്ങനത്തെ രീതിയിൽ വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. നിങ്ങൾക്ക് ചെറിയൊരു റിസൾട്ട് കിട്ടിയാൽ മതി. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ അങ്ങനെയായിരുന്നു. എനിക്ക് ചെറുതായിട്ടൊരു വ്യത്യാസം വന്നാൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു എനർജി കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്കും കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ഡയറ്റ് ഫോളോ ചെയ്താലും കൺസിസ്റ്റൻ്റ് ആയിട്ട് 1 മാസമെങ്കിലും അത് ചെയ്ത് നോക്കുക. അല്ലാണ്ട് പാതിക്കിട്ടിട്ട് വേറെതിൻ്റെ പുറകെ പോകരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. തടിച്ചെന്ന് പറഞ്ഞിട്ടും അല്ലാത്ത രീതിയിലും നിന്നെ കൊള്ളില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ബോഡി ഷെയിം ചെയ്തവരൊക്കെ തന്നെ നമ്മൾ വണ്ണം കുറഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങോട്ട് വന്ന് ചോദിക്കും, എന്താ ചെയ്തത്, എന്ത് ചെയ്തിട്ടാ വണ്ണം കുറഞ്ഞത്? അത് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ഏത് ഡയറ്റ് എടുത്താലും നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് കാണും. ചെറിയ തലവേദന, തലക്കറക്കം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണും. അപ്പോൾ നമ്മുടെ ബോഡിക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ കുറച്ച് ടൈം കൊടുക്കുക. എന്നിട്ടും അത് ശരിയായില്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണം. നിങ്ങളുടെ ബോഡിക്ക് എന്താണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലോട്ട് നിങ്ങൾ നിങ്ങളുടെ ഡയറ്റ് മാറ്റണം. അല്ലാണ്ട് കറക്റ്റായിട്ട് ഈ ഒരു ഡയറ്റ് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു കൺവീനിയൻസിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ. പിന്നെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾക്കെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒരു മോട്ടിവേഷൻ വന്നെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഞാൻ ഇന്നോട്ട് വണ്ണം കുറയ്ക്കാൻ പോവുകയാണ്, ഞാനും വണ്ണം കുറയ്ക്കുക, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് മോട്ടിവേറ്റ് ആയിട്ട് എന്താണ് തോന്നിയത് അത് നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതെനിക്കും ഒരു സന്തോഷമാണ്. കാരണം ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഒരാൾക്കെങ്കിലും അത് യൂസ്ഫുൾ ആയെന്ന് അറിയുമ്പോൾ അതൊരു സന്തോഷമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 1 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ വെയിറ്റ് വന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് 1 കിലോ കുറഞ്ഞാലും 2 കിലോ കുറഞ്ഞാലും അത് എന്തായിക്കോട്ടെ നിങ്ങൾ ഇവിടെ വന്ന് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കും കൂടെ കുറച്ച് സന്തോഷമാണ്. പിന്നെ നമ്മുടെ ഈ ചാനലിൽ 1 മന്ത് ബ്രൈറ്റനിങ് ചാലഞ്ചൊക്കെ അടുത്തതായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ മിസ്സാവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമ്മുടെ വീഡിയോ കുറച്ച് ലേറ്റ് ആയെന്ന് എനിക്കറിയാം. കാരണം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞങ്ങളിപ്പോൾ ഉള്ള ബിഗിനേഴ്സിന് നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഓരോ സപ്പോർട്ടും വിലപ്പെട്ടതാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ.